കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങളെല്ലാം ഭൂമിയിൽ വിരുന്നുണ്ണാൻ വരുന്ന മാസം ഡിസംബർ മാസം. സ്വർഗം ഭൂമിയെ സ്പർശിച്ച ക്രിസ്മസ് ദിനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിൽ 11ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 3 വരവുകളെക്കുറിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. 3 വരവുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യമായി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വചനം മാംസമായി ദൈവം മണ്ണിൽ അവതരിച്ച വരവ്. രണ്ടാമതായ ഒരു വരവ് ദ സെക്കൻഡ് കമ്മിങ്, അന്ത്യവിധിയുടെ നേരത്ത് ഈശോ വീണ്ടും ഒരു വിദ്യാളനായി നമ്മുടെ മുന്നിലേക്ക് വരുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്, അതാണ് രണ്ടാം വരവ്. എന്നാൽ മറ്റൊരു വരവ് കൂടി നമ്മൾ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എക്സിസ്റ്റൻഷ്യൽ കമ്മിങ്, ദിനം പ്രതിയുള്ള ഈശോയുടെ വരവ് ദിവ്യകാരുണ്യത്തിലൂടെ. ഇങ്ങനെ 3 വരവുകളുടെ സമ്മിശ്രമായ ഒരു ആഘോഷമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതം. ഈ വരവുകളുടെ പശ്ചാത്തലത്തിൽ ഈ ഡിസംബർ മാസത്തിൽ സ്വർഗം ഭൂമിയെ സ്പർശിച്ച സുദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് എങ്ങനെ ഈ ഒരു സുദിനത്തെ അങ്ങേയറ്റം അർത്ഥപൂർണമാക്കാം. നമ്മളെല്ലാവരും കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആഗമന കാലത്തിൽ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് കാത്തിരിപ്പിൽ ഏറ്റവും ഭംഗിയാക്കി എൻ്റെ ജീവിതത്തെ മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ശുശ്രൂഷയുടെ തലക്കെട്ടായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, കാത്തിരിപ്പിന് സുഗന്ധം പകരുന്നത് പ്രാർത്ഥന മാത്രമാണ്. കാത്തിരിപ്പിന് സുഗന്ധം പകരുന്നത് പ്രാർത്ഥന മാത്രമാണ്. കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് സുഗന്ധമുണ്ട്. മോനിക്ക പുണ്യവതിയുടെ ജീവിതം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തെ സുഗന്ധപൂരിതമാക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമാം വിധം ക്ഷണിക്കുകയാണ്. എന്തുമാത്രം കാത്തിരിപ്പുകളിലൂടെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പന്മാരൊക്കെ ജോലി ചെയ്യുവാൻ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അമ്മമാരും മക്കളും കാത്തിരിക്കാറില്ലേ? വിദ്യാലയത്തിലേക്ക് പോകുന്ന, ജോലിക്ക് പോകുന്ന മക്കളെ അമ്മമാർ കാത്തിരിക്കാറില്ലേ? എന്തിന്? കുടുംബങ്ങളിൽ നിന്ന് കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ജീവിതങ്ങളുണ്ട്. അവരെയൊക്കെ കാത്തിരിക്കുന്ന അനേകം കണ്ണീരോടുകൂടി കാത്തിരിക്കുന്ന അമ്മമാരുണ്ട്. ഈ അടുത്ത് വായിച്ചൊരു സുന്ദരമായൊരു കഥ. ഒരു നായ്ക്കുട്ടി തൻ്റെ യജമാനൻ ട്രെയിൻ കയറി പോയതിന് ശേഷം അപകടത്തിൽ മരിച്ചത് അറിയാതെ റെയിൽവേ സ്റ്റേഷനിൽ അനേകം നാൾ കാത്തിരുന്നതിൻ്റെ കഥ. അവസാനം ആ നായ്ക്കുട്ടി അവിടെ തന്നെ വീണ് മരിക്കുകയുണ്ടായി. അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ അവർ ആ നായ്ക്കുട്ടിയുടെ ഒരു രൂപം മനോഹരമായിട്ടുണ്ടാക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്തു. യജമാനനോടുള്ള വിശ്വസ്തത വളരെയധികം
ജനങ്ങൾക്ക് മുന്നിൽ പ്രഘോഷിച്ചുകൊണ്ട്. ഇങ്ങനെ കാത്തിരിപ്പുകളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം കാത്തിരിപ്പുകളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒന്ന് നോക്കിക്കേ, ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഓഹരി വാങ്ങിച്ച് ധൂർത്തടിച്ച് ലൗകികമായ സുഖലോലുപതയിലൊക്കെ വ്യാപരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ബൈബിളിൽ കണ്ണീരോടുകൂടി കാത്തിരിക്കുന്ന ഒരു അപ്പൻ്റെ മനസ്സ് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ആ പിതാവ് എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും, എത്രമാത്രം ആ മകന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാകും, എത്രമാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് മർത്തായും മറിയവും. ലാസർ തങ്ങളുടെ സഹോദരൻ മരിച്ചപ്പോൾ ഈശോ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഈശോ കടന്നു വരും, ഒരു അത്ഭുതത്തിന് അവൻ കാരണമുണ്ടാക്കുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കണ്ണീരോടുകൂടിയായിരുന്നില്ലേ അവർ കാത്തിരുന്നത്. എത്രമാത്രം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെയല്ലേ കാണാതായ യേശു എന്ന ബാലനെ തിരഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയും യൗസേ പിതാവും നടന്നത്. കാണാതെ പോയ ശിശുവിനെ തേടിയെത്തുന്നത് വരെ ഒരുപക്ഷെ അവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. കണ്ണീരോടുകൂടി ആ കാത്തിരിപ്പിൽ സുഗന്ധം പേറുന്ന പ്രാർത്ഥനയുമായിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവുക. ഇസ്രായേൽ ജനത വർഷങ്ങളോളം കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിനിടയിലൊക്കെ അവർ കൊണ്ടു നടന്നു വാഗ്ദാന പേടകം. അവിടെ പ്രാർത്ഥനയുടെ സുഗന്ധമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ ജോസഫിനെ കാണാതെ പോയപ്പോൾ ആ പിതാവിൻ്റെ മനസ്സിലുണ്ടായ വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയൊക്കെ കാത്തിരിപ്പുകളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ഭാഗങ്ങളൊക്കെ പറയുന്നത് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ സുഗന്ധത്തെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ആഗമന കാലത്തിൽ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാത്തിരിപ്പിനെ സുഗന്ധപൂരിതമാക്കാം. എങ്ങനെ? പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുഗന്ധപൂരിതമാക്കാം. നമ്മുടെ ജീവിതം മുഴുവനും സുഗന്ധം പേറുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളാൽ നമുക്ക് അലങ്കരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം പ്രത്യേകമാം വിധം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വിശുദ്ധർ പലരും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. മദർ തെരേസ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, പ്രെയർ എൻലാർജസ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. എന്തിനു വേണ്ടിയാണ്? വലിയവനായ തമ്പുരാനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കുന്നു എന്ന്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തെ വിശാലമാക്കുന്ന വലിയ ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ മദർ തെരേസ പറയുന്നത് എവ്രിതിങ് സ്റ്റാർട്ട്സ് വിത്ത് പ്രെയർ. എല്ലാം പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി. എന്താണ് പ്രാർത്ഥന? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഇന്നർ ബാത്ത് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ഒരു സ്നാനമാണ്. ആന്തരികമായി നടക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു സ്നാനം. ഈ ആന്തരികമായ ഒരു സ്നാനം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എൻ്റെ ആത്മാവിൻ്റെ പാപക്കറകളെല്ലാം ഇല്ലാതാവുകയാണ്, കഴുകി വൃത്തിയുള്ളതാക്കപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു പ്രാർത്ഥനയുടെ നിമിഷത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ ഹൃദയം വിശാലമാകുന്നു. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കഴുകി ഒരു സ്നാനത്തിലൂടെ കടന്നു പോകുന്നു. അവൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇതൊരു കണ്ടുമുട്ടലിൻ്റെ അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദാഹിക്കുന്ന ദൈവവും എൻ്റെ സ്നേഹത്തിന് വേണ്ടി, എൻ്റെ സംഭാഷണത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവവും ഞാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരിടം, അതാണ് പ്രാർത്ഥനയുടെ ഇടം. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇതൊരു സ്നേഹ സംഭാഷണമാണ്, ഒരു കണ്ടുമുട്ടലിൻ്റെ മാധുര്യമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ദൈവം ഒത്തിരിയധികം ദാഹത്തോടുകൂടി എന്നെ നോക്കുകയാണ്. ഞാൻ എന്ന വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുക്കുകയാണ്. മദർ തെരേസയുടെ കോൺവെൻറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടെ ദേവാലയങ്ങളിൽ ഐ തേഴ്സ്റ്റ് എന്ന് എഴുതി വച്ചിട്ടുണ്ടാകും. അതും വളരെയധികം ഈശോയുടെ ക്രൂശിത രൂപത്തിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ എനിക്ക് ദാഹിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം? കുരിശിൽ കിടന്ന് ഈശോ
എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ അതേ വാചകമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മദർ തെരേസ എല്ലാ കോൺവെൻറ്റുകളിലും അവരുടെ ദേവാലയങ്ങളിൽ അത് എഴുതി വയ്ക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഈശോ തമ്പുരാൻ എനിക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നുള്ള വാർത്ത ദിവസവും ഞാൻ നവീകരിച്ചുകൊണ്ട് ധ്യാന വിഷയമാക്കണം. എനിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഈശോ എൻ്റെ കൺമുന്നിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഓടി മറയുവാൻ സാധിക്കുക? എങ്ങനെയാണ് എനിക്ക് ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുക? ഞാൻ സുഗന്ധമുള്ള ഒരു മനുഷ്യ വ്യക്തിയായി മാറും ഞാൻ എന്ന് സ്നേഹത്തോടുകൂടി ഈശോയുമായി സംഭാഷിക്കുന്നു. ഒരമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ എത്ര നേരം പ്രാർത്ഥിക്കാറുണ്ട്? ആ അമ്മ വളരെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി എന്നോട് പറയാം, മകനെ, ഞാൻ ദിവസവും 10-20 കൊന്തകൾ ചൊല്ലും. ഞാൻ കണ്ടുമുട്ടുന്നവരൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഒത്തിരി പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ, ഭവനമില്ലാത്തവർ, അങ്ങനെ എത്ര അമ്മമാർ നമ്മുടെ വീടുകളിലിരുന്ന് ജപമാലമണി കയ്യിലേന്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഭവനങ്ങളൊക്കെ സുഗന്ധപൂരിതമല്ലേ? ആ വ്യക്തികളൊക്കെ കണ്ടുമുട്ടുന്നവരിലേക്ക് ദൈവത്തിൻ്റെ സുഗന്ധം പകർന്ന് നൽകുന്നില്ലേ? അതെ, ഈ ഒരു കാലഘട്ടത്തിൽ, ആഗമന കാലഘട്ടത്തിൽ ഈശോയുടെ പിറവി തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഇതുപോലെ സുഗന്ധമുള്ളതാക്കി മാറ്റണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായി ഞാൻ മാറേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പ്രാർത്ഥന? ഒരു പക്ഷേ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ദേവാലയത്തിൽ മാത്രം പോയിരുന്ന് ചെയ്യേണ്ട ഒരു കർമ്മമല്ല ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. വഴിയരികിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംഭാഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ വരാറുണ്ട്. അടിസ്ഥാനപരമായി സഭ പഠിപ്പിക്കുന്നത് 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക്. എന്താണ് 4 അടിസ്ഥാന ഘടകങ്ങൾ? ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ അടിസ്ഥാന ഘടകങ്ങൾ അതിലുണ്ടായിരിക്കണമെന്നുള്ളതാണ് സഭ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ് 4 ഘടകങ്ങൾ? 1, അഡോറേഷൻ, പ്രൈസ് ഓർ വേർഷിപ്പ്. നമ്മൾ സ്തുതിപ്പിൻ്റെ നിമിഷങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥന എപ്പോഴും ആലിംഗനം ചെയ്യണം. സ്തുതിപ്പുള്ള, ആരാധന നൽകുന്ന, മഹത്വപ്പെടുത്തുന്ന, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ നാമത്തെ സ്തുതിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ അതുണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ. രണ്ടാമതായി പറയുന്നത് ദ പ്രേയർ ഓഫ് റിപ്പൻറ്റൻസ്, അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുണ്ടാകണം. അതായത് കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിലേ, എൻ്റെ ഈശോയെ, അങ്ങേ ഞാൻ വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കനിയണമേ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറച്ചിൽ നമ്മൾ നടത്താറുണ്ട്. ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മെ സഭ ഉത്ബോധിപ്പിക്കുന്നത്. മൂന്നാമതായി പറയുന്നത് ദ പ്രെയർ ഓഫ് താങ്ക്സ് ഗിവിങ്, നന്ദിയുള്ള മനുഷ്യരായി മാറണം നമ്മളെല്ലാവരുമെന്ന്. കൃതജ്ഞതയുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നുയരണമെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്താൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ, നിങ്ങൾ എന്നെ കാണുമ്പോൾ, നിങ്ങൾ എന്നെ ശ്രവിക്കുമ്പോൾ ഓർക്കുക, ദൈവം നമ്മളെ സംരക്ഷിക്കുകയല്ലേ. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് ജീവിതം തന്നെ ഒരു നന്ദിയുടെ കീർത്തനമായിട്ട് മാറ്റേണ്ടേ? തീർച്ചയായിട്ടും ഒരു നന്ദിയുടെ കീർത്തനമായി നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ മൂന്നാമത്തെ അടിസ്ഥാന ഘടകത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് പ്രാർത്ഥനയുടെ 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് ദ പ്രെയർ ഓഫ് പെറ്റീഷൻ, നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റ്, നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെയാണ്. പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, കടയിൽ പോകുമ്പോൾ, പലചരക്ക് കടയിൽ പോകുമ്പോൾ നമ്മൾ ഉപ്പ് വേണം, മുളക് വേണം, അരി വേണം, ഇങ്ങനെ എഴുതി നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം വാങ്ങി നമ്മൾ തിരികെ പോകുന്നു. അപ്പോൾ ദേവാലയം ഒരു സൂപ്പർ മാർക്കറ്റ് ശൈലിയിലേക്ക് മാറുകയല്ലേ? അവിടെ നമ്മുടെ നിയോഗങ്ങൾ മാത്രം സമർപ്പിക്കാനുള്ളൊരിടമല്ല. അതിനു മുമ്പ് ചില പ്രത്യേക ഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഒന്ന്, നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. എന്നിട്ട് മാത്രമാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഉണർത്തേണ്ടത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ ഈ 4 അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ
25 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ ഇവയൊക്കെ ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ ഈ 4 ഘടകങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ വിചിന്തനം ചെയ്യണം, നമ്മൾ പുനഃപരിശോധിക്കണം. കാരണം നമ്മളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ 4 ഘടകങ്ങൾ ചേർത്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു? എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം, ഇത് സുഗന്ധം പരത്തുന്ന ഏറ്റവും വലിയൊരു അനുഭൂതിയാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന് പ്രത്യേക കാരണമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അച്ഛൻ പറയുവാൻ ആഗ്രഹിക്കുക. നമുക്ക് ശ്രദ്ധയോടുകൂടി ഈ വചനഭാഗങ്ങളിലേക്കൊന്ന് പോകാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ വചനഭാഗങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും ധ്യാനിക്കാവുന്നതാണ്. കാരണം ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, സങ്കീർത്തനത്തിൽ 145 അധ്യായം 18 തിരുവചനം. ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ കൂടെ, എന്നോട് കൂടെ, എൻ്റെ സമീപത്ത് എൻ്റെ ദൈവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത തുറക്കപ്പെടണമെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. ആ വിളിച്ചപേക്ഷിക്കൽ എന്നിൽ ഇല്ലാതെ പോകുന്നുവോ അവിടെ ദൈവത്തിൽ നിന്ന് ഞാൻ അകലുകയാണ്. ദൈവവും ഞാനും തമ്മിലുള്ള ദൂരം പ്രാർത്ഥനയെ ആശ്രയിച്ചിരിക്കും. ദൈവത്തെ എന്നോട് ചേർത്ത് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സങ്കീർത്തകൻ പറയുന്നു, വിളിക്കുക, കരഞ്ഞു വിളിക്കുക, അപേക്ഷിക്കുക, ഹൃദയ പരമാർത്ഥതയോടുകൂടി വിളിച്ചപേക്ഷിക്കുക. അതുകൊണ്ട് സങ്കീർത്തകൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ജെറമ്യായുടെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം 33 അധ്യായം 3 തിരുവചനത്തിൽ ഇപ്രകാരം കർത്താവ് ജെറമ്യ പ്രവാചകനോട് പറയുകയുണ്ടായി, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വത്തോടും നിഗൂഢമായ കാര്യങ്ങൾ പോലും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എന്താണ് ചെയ്യേണ്ടത്? നീ എന്നെ വിളിക്കുക. നീ എന്നെ വിളിച്ചാൽ മാത്രം മതി, ഞാൻ മറുപടി നൽകും. വിളിക്കാതിരുന്നാലോ മറുപടിയും ഉണ്ടാവില്ല. ജെറമ്യ പ്രവാചകൻ നമ്മോട് പറയുന്നത് പ്രാർത്ഥിക്കുക, കർത്താവിനോട് നീ ചോദിക്കുക, കർത്താവിനെ നീ വിളിക്കുക, മറുപടി നൽകും. നമ്മുടെ പല ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം പോവുകയും ചെയ്യുന്നത് എന്താണ്? ഒരിക്കൽ ഞാനിതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ പലപ്പോഴും കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചിട്ടും അത് കിട്ടാതെ പോയപ്പോൾ എന്നെ ആധ്യാത്മിക ഗുരു ഇപ്രകാരം പറയുകയുണ്ടായി, മോനെ, 3 വിധത്തിലാണ് നിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി നീ സ്വീകരിക്കേണ്ടത്. ഒന്ന്, ചില പ്രാർത്ഥനകൾ നീ ചൊല്ലിയാൽ ഉടനെ തന്നെ കർത്താവ് മറുപടി നൽകും. ഉടനെ തന്നെ. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന കാര്യം അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കിട്ടാറുണ്ട്. പക്ഷേ രണ്ടാമതൊരു ശൈലി, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വൈകുന്നു ഒരു മറുപടി കിട്ടാൻ. ഒത്തിരി വൈകുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, വ്യക്തതയോടുകൂടി ചിന്തിക്കണം. ദൈവത്തിന് നിന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതി, വലിയൊരു പദ്ധതി നിന്നെ കാത്തു വച്ചിട്ടുണ്ട്. നീ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എന്നാൽ ചില പ്രാർത്ഥനകൾ ചൊല്ലിയാൽ, അപേക്ഷകൾ വെച്ചാൽ നിരസിച്ച് കളയും ദൈവം. അത് നടക്കാതെ പോകും. പലപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു, പലതും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ പോയ നിമിഷങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ആധ്യാത്മിക ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, ഹി വാണ്ട്സ് ടു ഗിവ് യു ദ ബെസ്റ്റ്. അതായിട്ടില്ല, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് വന്നിട്ടില്ല. ആ ബെസ്റ്റ് കിട്ടാൻ വേണ്ടി നീ ഇനിയും പ്രാർത്ഥിക്കുക. നിരസിക്കപ്പെട്ടത്, നിൻ്റെ ജീവിതത്തിൽ തിരസ്കരിക്കപ്പെട്ട നിമിഷങ്ങൾ ഒരു ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസാന നിമിഷമല്ല. ഇനിയും അതിലും വലിയ സന്തോഷങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് കാത്തുവച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ജെറമ്യ പ്രവാചകൻ നമ്മോട് പറയുന്നത്, പ്രാർത്ഥിക്കുക, ദൈവം മറുപടി നൽകും. ആ ഉറച്ച വിശ്വാസത്തോടു കൂടി നീ മുന്നോട്ട് പോവുക എന്ന്. മൂന്നാമതായി, ജ്ഞാനത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജ്ഞാനത്തിൽ വളരുവാനായിട്ടുള്ള
മനോഹരമായിട്ടുള്ള ഒരു ആഹ്വാനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അത് അവന് ലഭിക്കും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. വിശുദ്ധ പൗലോസ് ലീഹായുടെ ശക്തമായ ബോധ്യത്തോടു കൂടിയുള്ള ആഹ്വാനമാണ്. ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവൻ ചോദിക്കട്ടെ, തീർച്ചയായിട്ടും കിട്ടും. എന്താണ് ജ്ഞാനം? ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അറിവിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഈ ലോകം തരുന്ന അറിവുണ്ട്, പക്ഷേ ആ അറിവിനോടൊപ്പം ദൈവത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു വെളിപ്പെടുത്തലുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അറിയപ്പെടുന്ന അറിവുകൾ, അതാണ് യഥാർത്ഥമായ ജ്ഞാനം. അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധ പൗലോസ് ലീഹായുടെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാം തിരുവചനത്തിലും വിശുദ്ധ പൗലോസ് ലീഹ മനോഹരമായിട്ട് പറയാറുണ്ട്: ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കുകയാണ്, എന്നാൽ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിതാന്തം ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്നെല്ലാം കാണപ്പെടാത്ത അദൃശ്യമായ ഒന്നിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും എൻ്റെ ശരീരത്തെയും ഉയർത്തുമ്പോഴാണ് യഥാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ചുറ്റും കാണുമ്പോൾ അത് ആര് സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് ജ്ഞാനം. ആ സൃഷ്ടാവിലേക്ക് നമ്മുടെ യാത്രയെ കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വചനഭാഗം നമ്മുടെ ചേർത്ത് വയ്ക്കാം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഏറ്റവും അവസാനമായി പിശാചിനെ ചെറുക്കുവാനായി നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം പ്രാർത്ഥിക്കുക. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: നിനക്ക് പിശാചിനെ ചെറുത്ത് നിനക്ക് തോൽപ്പിക്കണമോ, നീ മുറുകെ പിടിക്കുക പ്രാർത്ഥന എന്ന ആയുധം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഈ പിശാചിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കും. പ്രിയമുള്ളവരെ, ഈശോ ഗെത്സെമനിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഗെത്സെമനിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരികെ വന്നപ്പോൾ കണ്ടത് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. എന്താണ് കണ്ടത്? ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞിരുന്നതാണ്: 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെയായിരുന്നു. നിങ്ങളോടും എന്നോടും ഒരുപക്ഷെ ഈ ആഗമന കാലത്തിൽ പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മോട് ചോദിക്കുന്ന, വേദനയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്: 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? ബഹുമാനപ്പെട്ട കോഴിക്കോട് രൂപതാ പിതാവ് അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് തൻ്റെ രൂപതയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനം, താൻ ജീവിക്കുന്ന ബിഷപ്സ് ഹൗസിൽ 2 മണിക്കൂർ നേരം ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ ഇന്നും അത് തുറന്നു കൊണ്ടുപോകും. ഈ 2 മണിക്കൂർ നേരം അവിടെയുള്ള എല്ലാവരും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തതിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, പിതാവ് പറയുകയാണ്, രൂപതയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സുഗന്ധം പേറുന്നതായി മാറും. നമ്മളെല്ലാവരും സുഗന്ധപൂരിതമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ടാസ്ക് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? നമ്മൾ ഒരുമിച്ചൊന്ന് അല്പനേരം പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക? നമുക്ക് സന്ധ്യാപ്രാർത്ഥനകളുണ്ട്. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പലപ്പോഴും ജോലി സംബന്ധമായിട്ടും പഠന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലപ്പോഴും ഈ കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരാറില്ല. പക്ഷേ ഈ ഒരു ടാസ്ക് നമുക്ക് ഏറ്റെടുക്കാം. ഈ ഒരു 25 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും നമുക്ക് കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഒരുപക്ഷെ ചില അമ്മമാർ എന്നോട് പറയാതെ പറഞ്ഞു വയ്ക്കും, എൻ്റെ മക്കൾ ഇവിടെ ഇല്ല, വിദേശത്താണ് എന്ന്. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമോ? ഓൺലൈനായി നമുക്കിപ്പോൾ ഓൺലൈൻ മീഡിയകളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ദിവസമെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലുവാൻ സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ അത് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛൻ പറയുന്ന ഒരു ചെറിയ ടാസ്ക്, ഇന്നത്തെ ഈ ഒരു ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന ഈ ശുശ്രൂഷ അങ്ങേയറ്റം പൂർണ്ണതയിലേക്ക് എത്തപ്പെടണമെങ്കിൽ നമ്മൾ ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലി, സന്ധ്യാപ്രാർത്ഥന ചൊല്ലി, ഒരുമയോടുകൂടി ഈ ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, ഞങ്ങളെ നിത്യം പരിപാലിക്കുന്ന ഈശോനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അങ്ങയുടെ ഈ സാന്നിധ്യത്തെ ഓർത്ത്. മാനവരാശിക്ക് മുഴുവനും രക്ഷപ്രദാനം ചെയ്യുവാൻ അങ്ങ് ഈ തിരുവോസ്തിയിലേക്ക് കടന്നു വന്നു. മനുഷ്യൻ്റെ മാംസത്തിലേക്ക് മനുഷ്യജീവന്റെ ഭാഗമാകുവാൻ അങ്ങ് അപ്പമായി. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപത്തിൻ്റെ കെടുതിയിൽ വീണ് സുഖലോലുപതയിൽ വ്യാപരിച്ച് ലോകത്തിലായിരിക്കുന്ന മനുഷ്യന് വിശുദ്ധിയിലേക്കുള്ള ക്ഷണം നൽകി ഈശോയെ, നീ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഈ ആഗമന കാലത്തിൽ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു താബോർ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഒരു താബോർ ആരാധനയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ.
മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ എപ്പോഴും ആവേശം കാണിച്ച അങ്ങയുടെ ഈ സാന്നിധ്യം പ്രാർത്ഥനയുടെ സുഗന്ധം പേറുന്ന വിശ്വാസികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. ഓരോ മലമുകളിലും ഒരു ദേവാലയമുണ്ടെന്നിരിക്കെ ആ ദേവാലയം അങ്ങയുടെ സാന്നിധ്യമാണല്ലോ വിളിച്ചോതുന്നത്. ഈ ദേവാലയത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ സ്പർശിക്കണമേ. ഈശോയെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈശോയെ, ഞങ്ങളുടെ മനസ്സുകളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങ് കടന്നു വരയണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ കറ അങ്ങ് കഴുകിക്കളയണമേ. വിശുദ്ധിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ. വിശുദ്ധിയോടുകൂടി കാലിത്തൊഴുത്തിൻ്റെ ആ മനോഹാരിത എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുവാൻ ഈശോയെ അങ്ങനെ ഒരുക്കണമേ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ സ്നേഹത്തിനായി. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ കരുതലിനാ. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ കരുതലിനായി. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത്, രോഗങ്ങളിലും വേദനകളിലും അങ്ങയുടെ സ്നേഹവും സാമീപ്യവും അനുഭവിക്കുവാനിടയാക്കിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ കരുതലിനാ. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ കരുതലിനായി. ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയുടെ സുഗന്ധം ഇന്നെൻ്റെ ജീവിതത്തിന് ആവശ്യമെന്ന ബോധ്യത്തിലൂടെ ഞങ്ങളെ നയിച്ചതിന്, പ്രാർത്ഥനയുടെ സുഗന്ധം പേറുന്നവരായിരിക്കണം ഓരോ വിശ്വാസിയും എന്ന ബോധ്യം നൽകിയതിന്, അതിലെല്ലാം ഉപരിയായി പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ സ്നേഹത്തിനായി. പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകങ്ങളിലൂടെ സഞ്ചരിക്കണം ഓരോ വിശ്വാസിയുമെന്ന് ഇന്ന് ഞങ്ങളെ നീ പഠിപ്പിച്ചു. സ്തുതിപ്പിൻ്റെയും ആരാധനയുടെയും നിമിഷങ്ങൾ ഉണ്ടാകണം. അനുതാപത്തോടുകൂടി അങ്ങയോട് കാരുണ്യം യാചിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകണം.
ഈശോയുടെ മുമ്പിൽ നന്ദി അർപ്പിക്കുന്ന ഹൃദയത്തോടുകൂടി വ്യാപരിക്കണം. നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഈശോയെ, ഓരോ ആരാധനയുടെ നിമിഷവും അങ്ങ് നൽകുന്ന സ്നേഹ സമ്മാനമാണെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ആ നല്ല സന്ദേശത്തെ ഓർത്ത്, ആ നല്ല ബോധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ കരുതലിനാ. നന്ദിനാഥ നന്ദിനാഥ നിന്റെ കരുതലിനായി. ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അങ്ങ് സമീപസ്ഥനാണെന്ന് സങ്കീർത്തനങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർണത്തെ നോക്കുന്ന തട്ടാനെ പോലെ സ്നേഹത്തോടും കരുതലോടും കൂടി നീ ഞങ്ങളെ വീക്ഷിക്കുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഈശോയെ, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് അങ്ങയുടെ മുമ്പിൽ സമയം ചിലവിടുവാൻ ഓരോ വ്യക്തിയും പരിശ്രമിക്കണമെന്നുള്ള അങ്ങയുടെ ദാഹത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഈശോയെ, നിന്റെ ദാഹം ഞങ്ങൾ അറിയുന്നു. എൻ്റെ മനസ്സും ശരീരവും ഹൃദയവും മുഴുവനായും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദിനാഥ നന്ദിനാഥ നിന്റെ സ്നേഹത്തിനായി. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നന്ദിയുടെ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ ഈശോയ്ക്ക് എന്താണ് നിനക്ക് ഞങ്ങളോട് പറയുവാനുള്ളത്? എന്താണ് സന്ദേശമായി നിനക്ക് ഞങ്ങൾക്ക് നൽകുവാനായിട്ടുള്ളത്? ഒരു നിമിഷം അങ്ങയുടെ ആ വലിയ സന്ദേശത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. ഒരു നിമിഷം ഈശോയുടെ വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. ഇത് കേട്ടത് ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണ് അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. ഈശോയെ, പ്രാർത്ഥനയുടെ സുഗന്ധം പേറുന്നവർ
പ്രകാശപൂരിതമാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ച നാഥ, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ വ്യാപരിച്ചവന് സ്വർഗം തുറന്നു കിട്ടുന്നു എന്നുള്ളൊരു അനുഭവത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കുന്നുവല്ലോ. താബോറിൻ്റെ മുകളിൽ സ്വർഗം ഇറങ്ങി വന്ന് അങ്ങയെയും അങ്ങയുടെ ശിഷ്യന്മാരെയും പ്രകാശപൂരിതമാക്കി. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ, പ്രാർത്ഥിക്കുന്നവൻ എന്നും ദൈവത്തിൻ്റെ പ്രകാശമായി ജ്വലിക്കുമെന്ന്. ഞങ്ങളുടെ മുഖം മാത്രമല്ല, ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ മുഴുവനുമായി പ്രകാശത്തിൽ ലയിപ്പിക്കണമേ. ഈശോയെ, താബോറിൻ്റെ ഗിരിശൃംഖലയിൽ ശിഷ്യന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. കൂടാരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരെ പോലെ ഞങ്ങളും ദാഹിക്കുന്നു. ഞങ്ങളുടെ കൂടാരത്തിൽ നീ എന്നും വസിക്കണമേ. ഞങ്ങളോടൊപ്പം എന്നും നീ വഴി നടക്കണമേ. ഞങ്ങളോടൊപ്പം എന്നും നീ ജീവിക്കണമേ. ഈശോയെ, പിതാവായ ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അങ്ങയെ നോക്കി അരുൾ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഇപ്പോൾ മന്ത്രിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞങ്ങളും അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയെ നാഥ, അങ്ങ് അരുൾ ചെയ്യുമല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഈശോയെ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണമേ. എൻ്റെ ജീവിതത്തെ സുഗന്ധപൂരിതമാക്കണമേ. ഞാൻ നടന്നു നീങ്ങുന്ന വഴിയിലൂടെ എല്ലാം അങ്ങ് സഞ്ചരിക്കണമേ. ഞാൻ ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിലെല്ലാം അങ്ങ് ഇറങ്ങി വന്ന് വിജയിപ്പിക്കണമേ. എൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കടമകളിലേക്കും അങ്ങ് കടന്നു വരണമേ. ഈശോയെ, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വേദനകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ ക്ലേശങ്ങൾ, എൻ്റെ തകർച്ചകൾ നീ കാണുന്നുവല്ലോ. താബോറിൻ്റെ മലയിലേക്ക് എന്നെയും എൻ്റെ ക്ലേശങ്ങളെയും നീ വഹിക്കണമേ. എൻ്റെ ജീവിതത്തെ മുഴുവനായി അങ്ങ് നീ പ്രകാശിപ്പിക്കണമേ. സാത്താൻ്റെ അന്ധകാരത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണമേ. ഈശോയെ, നീയാകുന്നു വഴിയും, നീയാകുന്നു സത്യം, നീയാകുന്നു ജീവൻ. ഗായിക സംഘത്തോട് ചേർന്ന് നമുക്ക് ആലപിക്കാം. ഈശോയ്ക്ക് ആരാധനകൾ അർപ്പിച്ച്, സ്തുതികൾ അർപ്പിച്ച്, നന്ദികൾ അർപ്പിച്ചുകൊണ്ട്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലായേ. എൻ്റെ യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, അടുത്തു മാറുകയില്ല,
ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ, അങ്ങയുടെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ ദേവാലയത്തിൽ താബോറിൻ്റെ അനുഭവം പേറുമ്പോൾ, അങ്ങയുടെ സ്നേഹം ആവോളം ഞാൻ അനുഭവിക്കുമ്പോൾ, ഈശോയെ, എൻ്റെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ചിന്തകളെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പാപപങ്കിലമായ ജീവിതത്തെ മുഴുവനും നീ രൂപാന്തരപ്പെടുത്തണമേ. ഈശോയെ, നിരവധിയായ ആവശ്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമല്ല, വേദനകളും കൂടി എൻ്റെ ഉള്ളിലുണ്ട്. അവയെല്ലാം ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ ആവശ്യങ്ങൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ജീവിതം മുഴുവനും, എൻ്റെ ആവശ്യങ്ങളും നിയോഗങ്ങളും, എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ എല്ലാ പ്രദേശവാസികളെയും അയൽവക്കക്കാരെയും നമുക്ക് സമർപ്പിക്കാം. ഒരു രൂപാന്തരീകരണത്തിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുവാൻ ഈ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ ആഗ്രഹം ഞങ്ങളിൽ കത്തിജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിയുന്ന തമ്പുരാനെ, ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെ നീ എന്നും അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമ്മുടെ ആവശ്യങ്ങൾ മൗനമായി ഈശോനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ ആശീർവദിക്കുവാനായി അപേക്ഷിച്ചുകൊണ്ട്, ഒരു നിമിഷം ഈശോയെ നോക്കി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും